ഇതിൻ്റെ ഇടയിൽ ഒരു കല്യാണ ആലോചന വന്ന് രണ്ട് കണ്ണിനും കാഴ്ചശേഷിയില്ല, ഭയങ്കര സാമ്പത്തികം. അപ്പോൾ പറഞ്ഞു അങ്ങനെ വാപ്പാരുടെ അടുത്ത് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു ആളുണ്ടെന്ന്. അപ്പം ഞാൻ വാപ്പാരുടെ അടുത്ത് പറഞ്ഞു, വാപ്പ നമുക്ക് നോക്കാം വാപ്പാന്ന് പറഞ്ഞു. അതാകുമ്പോൾ എനിക്ക് മസ്റുമോളെ നോക്കാം, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി, അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട്, ഇവിടെ നിന്ന് അടുത്തുനിന്ന് തന്നെ വന്നത്. അപ്പോൾ 2 വയസ്സായപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞ് സഹോദരന് പെണ്ണ് കെട്ടാറായി. ഒരു കാക്കച്ചിക്ക് ഞാനിവിടെ വന്ന് ഒരു പെങ്ങള് ബന്ധം തീർന്ന് നിൽക്കുമ്പം അറിയാമല്ലോ എന്താണ് അവസ്ഥയെന്ന്. അപ്പോൾ ഞാൻ വാപ്പ പറഞ്ഞു, മക്കളെ നമുക്ക് നല്ല ഏതെങ്കിലും ഒരു ആലോചന, മസ്റുമോളെ നോക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിനക്ക് ആലോചനകളൊക്കെ വരുന്നുണ്ട്, മസ്റൂറായ ആരും ഏറ്റെടുക്കാനില്ല, അപ്പോഴും നീ ഒരു കാര്യം ചെയ്യ്, മസ്റൂറായ ഞാൻ നോക്കിക്കോളാം, നീ വിവാഹത്തിലോട്ട് പോകും. അപ്പോഴും ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ, ഞാൻ ഭൂമിയിൽ ജന്മം നൽകിയ മകളാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് ആദ്യത്തെ കുഞ്ഞ് മരിച്ചതിന് ശേഷം കിട്ടിയ മകളാണ്. ഞാൻ പറഞ്ഞു ഇല്ല, അവളെ നോക്കുന്ന ഒരു കണ്ണുപൊട്ടൻ ഒരാൾ വന്നാലും ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു കല്യാണ ആലോചന വന്ന് രണ്ട് കണ്ണിനും കാഴ്ചശേഷിയില്ല, ഭയങ്കര സാമ്പത്തികം. അപ്പോൾ പറഞ്ഞു അങ്ങനെ വാപ്പാരുടെ അടുത്ത് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു ആളുണ്ടെന്ന്. അപ്പം ഞാൻ വാപ്പാരുടെ അടുത്ത് പറഞ്ഞു, വാപ്പ നമുക്ക് നോക്കാം വാപ്പാന്ന് പറഞ്ഞു. അതാകുമ്പോൾ എനിക്ക് മസ്റുമോളെ നോക്കാം, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി, അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട്, ഇവിടെ നിന്ന് അടുത്തുനിന്ന് തന്നെ വന്നത്. അപ്പോൾ സഹോദരൻ പറഞ്ഞു അത് പറ്റൂല, നീ നമുക്കൊരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നീ അദ്ദേഹത്തിനെ കൈ പിടിച്ചുകൊണ്ട് വരുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. കാരണം നീ ഒരു ചെറിയ പെണ്ണാണ്, ആൾക്ക് പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അത്ര വയസ്സുമില്ല, ചെറുതാളാണ്. അപ്പോൾ ഒരു കാര്യം നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് നല്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. അങ്ങനെ നമ്മൾ വെറ്റി നിക്കാഹ് എന്ന് പറയുന്ന അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കല്യാണാലോചന വന്ന് ദൂരെ നിന്നൊക്കെ വന്ന് നമ്മൾ നോക്കിയില്ല. അങ്ങനെ അടുത്തുനിന്നൊരു കല്യാണാലോചന വന്നായിരുന്നു. അപ്പോൾ കുറേ ഇതിൻ്റെ ഇടയിൽ അപ്പം മസ്റുമോൾക്ക് 2.25 വയസ്സ്. അപ്പോൾ കുറേ ആലോചന വന്നപ്പോഴത്തേക്ക് മസ്റൂറ മോള ആരും നോക്കാൻ തയ്യാറല്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലൊരു അഭിപ്രായം പറഞ്ഞു. അപ്പം ആദ്യം ഫസ്റ്റ് കെട്ട് ഒരു കുഞ്ഞുണ്ടായിരുന്നു, രണ്ടാമത് ഉള്ള വിവാഹമാണ്. അപ്പോൾ മസ്റുമോളെ നോക്കാം, ആ മോനെയും കൂടെ നോക്കണം എന്ന് പറഞ്ഞു. അതിലൊരു മകനായിരുന്നു, വലുത് അത് ആ ബന്ധം തീർന്നതാണ്. അങ്ങനെ എൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, വെറ്റി നിക്കാഹ് വഴി നെറ്റ് കോളിൽ നിന്നാണ് ഗൾഫിൽ നിന്ന് വിളിക്കുന്നത്. അങ്ങനെ വാപ്പായെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ വീട്ടുകാരൊക്കെ വന്ന് കണ്ട്. അപ്പോഴിവിടെ നിന്ന് തിരക്കാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കാര്യങ്ങൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എൻ്റെ കണ്ണിലൊരു കുഴപ്പവും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ മസ്റൂറ നമ്മുടെ കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഉമ്മാൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി. അങ്ങനെ ആ സമയത്ത് ഗൾഫിൽ നിന്ന് വന്ന് ഹൗസ് ഡ്രൈവറായിരുന്ന ആൾ വന്ന് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഉപ്പാപ്പ മരിച്ചിട്ട് 40 ആവാത്തത് കൊണ്ട് നമുക്ക് വിവാഹം ഇപ്പം നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ലീവ് കുറവാണ്, ഇപ്പം നടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പാപ്പാൻ്റെ 40 മുമ്പ് ജമാഅത്തിൽ വെച്ചായിരുന്നു 100 പേര് അടങ്ങുന്ന ഒരു ആൾ അവിടെ നിന്ന് വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ആദ്യ വിവാഹം ചെറിയ രീതിയിലാണ് നടത്തിയത്, അപ്പോൾ ഇത് നല്ല രീതിയിൽ നടത്തണമെന്ന് പറഞ്ഞ്. അങ്ങനെ ജമാഅത്ത് അറിയവേ നമ്മളെ വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ ദിവസം മകളെ കൊണ്ടുപോയില്ല. മകളെ കൊണ്ടുപോകാത്ത കാരണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കുറേ പേര് സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15 പവനും 1 ലക്ഷം രൂപ അച്ചാരവും 15 ലക്ഷം രൂപ ആദ്യത്തേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന് പകരമല്ലേ ഈ വസ്തു എഴുതി വെച്ചത്. അപ്പോഴത്തേക്ക് ഈ വസ്തു എൻ്റെ പേർക്ക് തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ പറഞ്ഞു, അവരൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. വന്നാണ് വിവാഹം ചെയ്തത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം മകളെ കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞ്. അങ്ങനെ ആദ്യത്തെ ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ നമ്മൾ ഇവിടുന്ന് ഫ്രിഡ്ജാണ് കൊണ്ടുപോയത്. ആ ഫ്രിഡ്ജാണ് ഇന്ന് കുടുംബ വീട്ടിൽ ഇരിക്കുന്നത്, അത് നമ്മളിങ്ങനെ തിരിച്ചെടുത്ത്. അങ്ങനെ നമ്മളിവിടെ നിന്ന് സാധനങ്ങളൊക്കെ വക്കീലപ്പോൾ അതിന് മുന്നേ കല്യാണത്തിൻ്റെ അന്ന് മകളെ കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കൻ്റെ വീട്ടിൽ വൈകിട്ടല്ലാണ് എന്നെ മോളെ ഒരുക്കിയിട്ടാണ് എന്നെ ഒരുക്കിയ. എൻ്റെ ചേട്ടത്തി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു ലെഹങ്കയാണ് ഇട്ടിരുന്ന. അങ്ങനെ എന്നെ ഒരുക്കിയപ്പോൾ ഇവള് മുഖത്ത് നോക്കുന്ന 2.25 വയസ്സല്ലേ. ആദ്യത്തെ ദിവസം ഇവളെ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോഴേ എനിക്ക് അങ്ങ് മനസ്സ് സങ്കടം, മോളെ കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞായിരുന്നു. പിറ്റേന്നോട്ട് കൊണ്ടുപോകാൻ കുഴപ്പമില്ല, 3-4 ദിവസം നിൽക്കട്ടെ. അത് എന്നെ പിരിഞ്ഞിട്ട് നിൽക്കാത്തൊരു മോളായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് മദ്രസയിൽ നിന്ന്
കല്യാണം കഴിഞ്ഞ് അവരെ വീട്ടിൽ പോയി, മോളമ്മ എടുത്ത് മാറ്റി, ചേട്ടത്തിയാരൊക്കെ മാറ്റി കൊണ്ടുപോയി. അപ്പോഴും എനിക്ക് അവിടെ ചെന്നിട്ടും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇവളില്ലാത്തത് കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉമ്മ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ബേക്കിൽ നിന്ന് വരണം, വണ്ടിയിൽ മറ്റേ ഫ്രിഡ്ജില്ലേ, ഫ്രിഡ്ജ് ഇല്ല, അവർക്ക് ഫ്രിഡ്ജ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രിഡ്ജ് കൊണ്ട് വണ്ടിയിൽ ഞാൻ അങ്ങ് എത്തിയ ഉടനെ തന്നെ പകുതി എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വിളിക്കണം എൻ്റെ മോൾ. അപ്പോൾ പറഞ്ഞു മോള് കരഞ്ഞിറങ്ങി ഉറങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് വൈകിട്ട് ഇവർ വിളിക്കാൻ വന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ മോളെ ചാടി അങ്ങ് എടുത്ത് ചെറിയ രീതിയിൽ ഇവിടുന്ന് ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ട് പിന്നെ പെണ്ണിൻ്റെ വീട്ടിലല്ലേ ആദ്യത്തെ ദിവസം. അങ്ങനെ മസ്റു മോൾ ഇഞ്ഞു വന്ന് പിന്നെ എൻ്റെ അടുത്തൊന്നും മാറൂല. അന്ന് മൊത്തം ഞാൻ കെട്ടിപ്പിടിച്ച് ഒക്കെ കിടന്നിട്ടൊന്നും, കാരണം എന്ന് വെച്ചാൽ ഉമ്മാന്ന് വിളിച്ചിട്ട് ബേക്കിൽ നിന്ന് നടന്ന മോളാണ് പിടിച്ച് നടന്ന. അവൾ ജനിച്ചപ്പോൾ തൊട്ട് എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്നെ, എൻ്റെ വാപ്പായെ, എൻ്റെ ഉമ്മായെ, ഞാൻ സഹോദരനെ, ഇളയമോ അനിയനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മാത്രമല്ല എന്നുവെച്ചാൽ ആദ്യത്തിലെ മരിച്ചുപോയ കൊച്ചിന് ശേഷം കിട്ടിയോണ്ട് ഭയങ്കര കെയറിങ്ങിൽ വളർത്തിയ ആളുമാണ്. അങ്ങനെ ഇവിടെ വന്ന് പിറ്റേ ദിവസം പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ അവരന്നേ പറഞ്ഞായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു 2-3 ദിവസമല്ലേ വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് മോളെ ഉറക്കി കിടത്തിയിട്ട് 2 മണിക്ക് സഹോദരൻ്റെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. കാക്ക വീണ്ടും ഗൾഫിൽ കയറിപ്പോയല്ലോ. അപ്പോൾ കാക്കാൻ്റെ ഇതിൽ ബൈക്കിലാണ് നമ്മളങ്ങ് പോയത്. കാരണം 2ാമത്തെ വിവാഹമല്ലേ. അങ്ങനെ പോയപ്പോഴത്തേക്ക് വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളില്ലാത്തതുകൊണ്ട് നിൽക്കാൻ പറ്റൂല, എല്ലാവരോടെയും ചിരിക്കാൻ പറ്റണില്ല, ഒന്നിനും പറ്റണില്ല. ഞാൻ അപ്പോഴും തന്നെ ഉമ്മയെ വിളിച്ചപ്പോഴത്തേക്ക് മോള് രാത്രി ഫുള്ള് കരച്ചിലായിരുന്നു. ഉമ്മ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ മോൾക്ക് പനിയൊക്കെ ആയി. അനിയനും വാപ്പായും ഉമ്മായും അന്നത്തേക്ക് ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ. പിന്നെ ഞാൻ വിചാരിച്ചെന്താണ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ മൂത്ത അവരുടെ അടുത്ത് ഞാനും കരച്ചിലൊക്കെ ആയിരുന്നു. മോൾക്ക് പനിയായി, എനിക്ക് കാണണമെന്നായി. ഇങ്ങനെ മൂത്ത സഹോദരൻ്റെ പെങ്ങളുടെ ഭർത്താവ് പറഞ്ഞ് നല്ലൊരു മനുഷ്യനായിരുന്നു, പറഞ്ഞു ഇനി കൊണ്ടുവരാമെന്ന് പറഞ്ഞു കൊച്ചിനെ. പിറ്റേന്ന് തന്നെ നമ്മളിഞ്ഞ് വന്ന് ബൈക്കിൽ വന്ന് മോളെ എടുത്ത് അങ്ങ് കൊണ്ടുപോയി. പിന്നെ എൻ്റെ അടുത്തൊന്നും മാറൂലായിരുന്നു, കാരണം ഞാൻ കളഞ്ഞിട്ട് പോവോ എന്നൊരു ചിന്തയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറയണത് എന്താണെന്നറിയാമോ, ഇതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ച്. അങ്ങനെ മോളെൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് എല്ലാവരെയും വാപ്പുപ്പ എല്ലാവരും മാമായും മാമിയൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. കാര്യങ്ങളും അവർ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. മാമ കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ബന്ധം തീർന്നു നിന്ന സമയത്ത് ഞാൻ ഉമ്മ എന്നൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ ഇനി ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു ആരെയും ഉമ്മ വാപ്പാന്ന് വിളിക്കൂല, മാമാന്നേ വിളിക്കുള്ളൂ. അങ്ങനെ മാമ എന്ന് വിളിച്ച് ആ വീട്ടിൽ ഞാനും ഇക്കായും മസ്റുമോളും മാമായും അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞ്. തൊട്ടടുത്ത് നാത്തൂനുണ്ട്, നാത്തൂൻ്റെ 2 പെൺമക്കളുണ്ട്, പിന്നെ മൂത്ത നാത്തൂനുണ്ട്, അതിനും 2 മക്കളുണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ ആയപ്പോൾ മസ്റുമോളെയും കൂടെ കിട്ടിയപ്പോൾ ഇവർ തറയെ വെക്കൂല, ഇവർ പൊന്നുപോലെ മസ്റായി തൂക്കി. മസ്റൂറൊക്കെ ഒരു സന്തോഷം അവരുടെ കളിയും ചിരിയും നടത്ത പരിവും കൂടെയല്ലേ എല്ലാവരും. മസ്റൂറ അവരുമായിട്ട്, നാത്തൂനും 2 കൊച്ചുങ്ങളാണ്. അവരും ഭയങ്കര സന്തോഷവും. അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കി ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പറഞ്ഞാൽ ഞാൻ മെൻ്റലി ഡൗൺ ആവും. അപ്പോൾ ഇത് ഞാൻ അനുഭവിച്ചത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് എൻ്റെ എല്ലാവർക്കും അറിയാം, ഈ പരിസരങ്ങളിൽ എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിലൊക്കെ ഞാൻ ഒരുപാട് ദുഃഖം അനുഭവിച്ച സ്ത്രീയാണ്. അങ്ങനെ ഇരിക്കവേ നമുക്കൊരു വൻ ദുരന്തം വന്ന് അതിൽ നമുക്ക് വീണ്ടും പാളിച്ച പറ്റി. ഇത്ര മാത്രം നിങ്ങൾ കേട്ടിട്ട് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. കാരണം ലൈഫ് സ്റ്റോറി പറയാതിരുന്നാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് പോകുമ്പം ചോദ്യങ്ങൾ കുറേ വരുന്നുണ്ട്. അറിയാവുന്നവർ കുത്തി പറയുന്ന കമൻറ്റുകളും ഉണ്ട്. അപ്പം ഞാൻ അനുഭവിച്ച വേദന. ഇവിടെ എനിക്കൊരു മകളേ ഉള്ളൂ, മസ്റൂറ ഫാത്തിമ. ബാക്കി കാര്യം ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിലൂടെ പറയും. അങ്ങനെ പാർട്ട് 1 ഞാൻ പറഞ്ഞു, പാർട്ട് 2 ആണിത്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. എൻ്റെ ഉപ്പ അനുഭവിച്ച വേദന, ഞാൻ അനുഭവിച്ച വേദന. മസ്റുമോളെ എന്തേ എങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കൂലേ, ആ ഒരൊറ്റ ചോദ്യം മുഖം ഇങ്ങനെ ആവാൻ കാരണം എൻ്റെ ഈ കണ്ണീര്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും മസ്റൂർ മോൾക്കും മുത്തുമോനിക്കും മിച്ചുമോനിക്കും ഭാവിയിൽ എന്ത് കാര്യം വന്നാലും അപ്പോഴും ഇതുപോലെയൊക്കെ വിഷയങ്ങൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി വളർത്തട്ടെ.
ഒരു മക്കൾക്കും ഒരു പെണ്ണിനും ഇതേപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഇതിനിപ്പോൾ ആര് കണ്ടാലും ഞാൻ അനുഭവിച്ച വേദനയാണ്, അതിനോളം പകരം വയ്ക്കാനാവില്ല.